ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2 മിററുകളെ കുറിച്ചാണ്. അതായത് ഡെക്കറേറ്റീവായി ചെയ്യാൻ പറ്റുന്ന 2 മിററുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 2 മിററുകളുടെ നെയിമാണ് ബിവൽഡ് ഗ്ലാസ് മിറർ, അതേപോലെ തന്നെ ബ്രോൺസ് ബിവൽഡ് ഗ്ലാസ് മിറർ. ഇതറിയാത്തവരുണ്ടെങ്കിൽ നമുക്കൊന്ന് ഗൂഗിളിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോമിൽ ബിവൽഡ് BEVELLED മിറർ ഓക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ എടുക്കുക. അതിനുശേഷം സെർച്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ് ഞാനിവിടെ ബിവൽഡ് മിററിന്. അതായത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, വാൾ ഡെക്കറേറ്റീവ് ഗ്ലാസ് മിറർ ബിവൽഡ് മിറർ ഡെക്കറേറ്റീവ് മിറർ എന്ന് ഇവിടെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ മിററാണ് ബ്രോൺസ് മിറർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബ്രോൺസ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ബ്രോൺസ് മിറർ. അപ്പോൾ ഈ ടൈപ്പുള്ളതാണ്, അതായത് ബ്രോൺസ് മിറർ ബിവലിംഗ്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഈ ബിവൽഡ് ബ്രോൺസ് മിററിന് ചെറിയൊരു കളർ ചേഞ്ചിങ് കാണാം. അതാണ് ബ്രോൺസ് മിറർ. അപ്പോൾ ഈ 2 മിററും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ 2 മിററും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നത് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഞാൻ ഇവിടെ ഒരു 3D Max ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇതിലാണ് ഞാൻ ബിവൽഡ് മിറർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ബോക്സ് ഇവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ഞാൻ ആ ബോക്സ് കൊണ്ട് ഞാൻ ഒരു ബോക്സ് വരച്ചു. അതിനുശേഷം ഞാൻ ആൾട്ട് ക്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ബോക്സ് മാത്രം അവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഹൈഡ് ചെയ്തു. അതിനുവേണ്ടി നിങ്ങൾ ആൾട്ട് ക്യൂ ക്ലിക്ക് ചെയ്താൽ മതി കീബോർഡിൽ. അതിനുശേഷം ഞാൻ റെക്റ്റാങ്കിൾ എന്ന ടൂൾ എടുത്ത് എന്നിട്ട് ഈ ബോക്സിൻ്റെ അതേ അളവിൽ ഞാൻ അവിടെ വരച്ചു. അതിനുശേഷം ഞാൻ ബോക്സ് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് റെക്റ്റാങ്കിളിന് മാത്രം മതി. അതിനുശേഷം ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൾട്ട് ക്യൂ സെലക്ട് ചെയ്തിട്ട് ആ റെക്റ്റാങ്കിൾ അവിടെ നിലനിർത്തിയിട്ട് ബാക്കി ഹൈഡ് ചെയ്തു. അതിനുശേഷം ഈ റെക്റ്റാങ്കിൾ എഡിറ്റ് സ്പ്ലെയിൻ ആക്കണം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലെയിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ റെക്റ്റാങ്കിൾ എഡിറ്റബിൾ സ്പ്ലെയിൻ ആയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ മോഡിഫയർ ലിസ്റ്റിൽ ഫ്ലോർ ജനറേറ്റർ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി കീബോർഡിൽ F ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഷോർട്ട് കീ ആണ്. അപ്പോൾ അവിടെ ഫ്ലോർ ജനറേറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ റെക്റ്റാങ്കിളിൽ ഫ്ലോർ ജനറേറ്റർ ആഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി അതിന് ശേഷം നിങ്ങൾ ഫ്ലോർ ജനറേറ്റർ എടുക്കുക. അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊടുക്കുക, ഒരു 300 കൊടുക്കുക. എൻ്റെ മില്ലിമീറ്റർ ആണ്, അതുകൊണ്ട് 300 കൊടുക്കുന്നു. അതേപോലെ അതിൻ്റെ മാക്സ് വിഡ്ത്ത് അതും 300 കൊടുക്കുക. ഇതിൻ്റെ അളവ് ഞാൻ നോർമലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ മിനി ഓഫ്സെറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അവിടെ 0 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഈ ലൈന് പോകുന്നതായിട്ട് കാണാവുന്നതാണ്. അതിനുശേഷം ഫയർ ഫ്രെയിം ഓഫ് ചെയ്യുക. അതിനുവേണ്ടി F3 ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഈ സെൻറ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്ലോർ ജനറേറ്ററിൻ്റെ സെൻറ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം
നിങ്ങൾ റൊട്ടേറ്റ് ഓപ്ഷൻ എടുക്കുക. അതിന് റൊട്ടേറ്റിൻ്റെ ഷോർട്ട് കീ ഇ ആണ്. ഷോർട്ട് കീ ഇ, അത് ക്ലിക്ക് ചെയ്ത ശേഷം അത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഫയർ ഫ്രെയിം ഓഫ് ചെയ്യുക. ഫയർ ഫ്രെയിം ഓഫ് ചെയ്യാൻ ഷോർട്ട് കീ F3 ആണ്. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ വീണ്ടും F3 അടിച്ചാൽ വയർ ഫ്രെയിം ഓൺ ആയതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഞാൻ F3 ക്ലിക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും ഫയർ ഫ്രെയിം ഓഫ് ആയതായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഫ്ലോർ ജനറേറ്ററിൻ്റെ സെറ്റിങ്സിൽ എക്സ്ട്രൂഡ് ബിവൽ എന്ന 2 ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ചേഞ്ച് വാല്യൂ കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എക്സ്ട്രൂഡിൻ്റെ അവിടെ വാല്യൂ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ അവിടെ ചേഞ്ച് ആവുന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിച്ച് ഒരു മിറർ എത്ര mm നിങ്ങൾ കൊടുക്കുന്നത് അത്ര കൊടുക്കുക. ഞാനിവിടെ 12 mm മിററാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിക്നെസ് ഞാനിവിടെ കൊടുത്തു. അതിനുശേഷം ബിവൽ എന്ന ഓപ്ഷൻ കാണാം. അതിൻ്റെ നേരെ നിങ്ങൾ വാല്യൂ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ ബിവൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ മാറ്റം കാണാവുന്നതാണ്. അപ്പോൾ ആ 2 ഓപ്ഷനും ചേഞ്ച് ചെയ്തതിന് ശേഷം ഇത് മെറ്റീരിയൽ കൊടുക്കുക. അതായത് ഗ്ലാസ് മെറ്റീരിയൽ കൊടുക്കാം. അതിനുവേണ്ടി കീബോർഡിൽ M ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെറ്റീരിയൽ എഡിറ്റർ ബോക്സ് ഓപ്പൺ ആയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിലൊരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡിഫ്യൂസിൽ പോകാം. ഇവിടെ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡിഫ്യൂസിൽ പോവുക. ഡിഫ്യൂസിൽ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ സെലക്ട് ഡിഫ്യൂസ് എന്ന ബോക്സ് ഓപ്പൺ ആയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഫസ്റ്റത്തെ അത് 0 ആക്കി കൊടുക്കുക. അതായത് ഇവിടെ മുടിച്ചിട്ട് മേലെ ഫുള്ള് ഇവിടെ എല്ലാം 0 ആക്കി കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം റിഫ്ലക്റ്റ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് നേരത്തെ 0 അല്ലായിരുന്നു, അത് നേരെ ഫുള്ളാക്കി കൊടുക്കുക. അതായത് ആരോ താഴത്തേക്ക് വലിച്ചു കൊടുക്കുക. അതിനുശേഷം പേഴ്സണൽ IQR ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് താഴത്തായിട്ട് BRTF എന്ന ഓപ്ഷൻ കാണാം. അതിൽ മൈക്രോഫാക്സെറ്റ് GTR എന്ന ഓപ്ഷൻ മാറ്റിയിട്ട് ബ്ലിൻ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതവിടെ ക്ലിക്ക് ചെയ്യുക. ബ്ലിന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒന്ന് പിന്നെ ആ മെറ്റീരിയൽ ആഡ് ചെയ്യാം. അതിനുവേണ്ടി അസൈൻ മെറ്റീരിയൽസ് സെലക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അസൈൻ മെറ്റീരിയലിൻ്റെ ഒരു ബോക്സ് ഓപ്പൺ ആയതായിട്ട് കാണാം. അവിടെ നിങ്ങൾ മിറർ എന്ന ഒരു നെയിം കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത ബട്ടൺ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ റെക്റ്റാങ്കിളിൽ മിററിൻ്റെ മെറ്റീരിയൽ ആഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ആ ഫയലൊന്ന് ക്യാമറ കൊടുത്തിട്ട് നമുക്കൊന്ന് റെൻഡർ ചെയ്യാം. ഇനി നമുക്ക് സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ റെൻഡർ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ റെൻഡറിന് വേണ്ടി ഇവിടെ സെലക്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. റെൻഡറിന് വേണ്ടി ഇവിടെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. അതിനുവേണ്ടി അതിൻ്റെ റെൻഡറിൻ്റെ ഷോർട്ട് കീ ആണ് Shift Q. അത് ഓർമ്മയിൽ സൂക്ഷിക്കുക. Shift Q ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 3D ഫയൽ റെൻഡർ ആവുന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് മിററിൻ്റെ എഫക്റ്റ് അവിടെ വന്നിട്ടില്ല. അവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ
ഒരു സെറ്റിങ്സ് പോകാം. അവിടെ ഒരു സെറ്റിങ്സ് റോങ് ആയിട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ വീണ്ടും ആ ബോക്സിൽ നേരത്തെ ഗ്ലാസ് മെറ്റീരിയൽ കൊടുത്ത ആ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ റിഫ്ലക്റ്റിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഫ്രസ്നൽ റിഫ്ലക്ഷൻസ് എന്ന ഓപ്ഷൻ കാണാം. അത് ടിക്ക് ചെയ്തിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവിടെ ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഷിഫ്റ്റ് കീ കൊടുത്തിട്ട് റെൻഡർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി സ്ക്രീനിൽ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ആ ഫയൽ റെൻഡർ ആവുന്നതായിട്ട് കാണാം. അതുപോലെ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ ബ്ലാക്ക് ഷെയ്ഡ് പോയിട്ട് ഇപ്പോൾ അവിടെ ഒരു മിറർ എഫക്റ്റ് വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് മാറാൻ കാരണം ഫ്രസ്നൽ റിഫ്ലക്ഷൻസ് അവിടെ ടിക്ക് ചെയ്തിട്ടായിരുന്നു ഞാൻ ആദ്യം റെൻഡർ ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ ഫ്രസ്നൽ റിഫ്ലക്ഷൻ്റെ അവിടെ ടിക്ക് ഓഫ് ചെയ്തിട്ട് റെൻഡർ ചെയ്തു. അതിനുശേഷമാണ് മിററിൻ്റെ എഫക്റ്റ് ഇവിടെ വരാൻ കാരണം. അതിനാൽ നിങ്ങൾ ആ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുക റെൻഡർ കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളിവിടെ മിറർ ബിവൽഡ് ഗ്ലാസ് മിറർ ഇവിടെ രൂപപ്പെട്ടതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ബിവൽഡ് ഗ്ലാസ് മിറർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബ്രോൺസ് മിറർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. അപ്പോൾ സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്രോൺസ് മിറർ ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി ഞാൻ ഒരു ബിവൽഡ് മിറർ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനാൽ അവിടെ ബ്രോൺസ് മിററിന് വേണ്ടി ഡിഫ്യൂസിലും റിഫ്ലക്റ്റിലും അതിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ, അതിനുശേഷം അതിലെ ഡിഫ്യൂസിൽ പോകുന്നു. ഡിഫ്യൂസിൽ നേരത്തെ ഫസ്റ്റ് കോളത്തിൽ $34 എന്ന് കൊടുക്കുന്നു. അതിൻ്റെ തൊട്ട് താഴത്തെ കോളത്തിൽ 15 കൊടുക്കുന്നു, അതായത് 15. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് 5 കൊടുക്കുന്നു, അതായത് 5 കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുത്തു. അതിനുശേഷം തൊട്ട് താഴത്തെ റിഫ്ലക്റ്റിൻ്റെ ബോക്സ് സെലക്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് കോളത്തിൽ 164 എന്ന് കൊടുത്തു, അതായത് 164. അതിൻ്റെ തൊട്ട് താഴത്തെ കോളത്തിൽ 110 കൊടുത്തു, അതായത് 110 കൊടുത്തു. അതിൻ്റെ തൊട്ട് താഴത്ത് 86 കൊടുത്തു, അതായത് 86 കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ബോക്സിൽ കാണാം അതിൻ്റെ കളർ ചേഞ്ച് ആയതായിട്ട് കാണാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രസ്നൽ ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ടതില്ല. അതിനുശേഷം അത് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഷിഫ്റ്റ് ക്യൂ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ ഫയൽ റെൻഡർ ആവുന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഫയൽ ഇപ്പോൾ റെൻഡർ ചെയ്തത് നമ്മൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതായത് നേരത്തെ നോർമൽ ബിവൽഡ് മിററായിരുന്നു, അത് ചേഞ്ചായിട്ട് ഇവിടെ ബ്രോൺസ് ബിവൽഡ് മിററായിട്ട് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് മിററുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന്
വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.